ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഐഡിയയുമായി ഒരു ആവേശത്തിന് ആദ്യമേ തന്നെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യും. പക്ഷേ ഒരു കമ്പനിയുടെ ആനുവൽ കംപ്ലയൻസിനായിട്ട് എത്ര കോസ്റ്റ് ആവുമെന്ന് പോലും നമ്മൾ പലപ്പോഴും അറിയാറില്ല. ഏറ്റവും മിനിമം 25,000 മുതൽ 40,000 റുപ്പീസ് വരെ ഒരു കമ്പനിയുടെ ആനുവൽ കംപ്ലയൻസിന്റെ മാത്രം കോസ്റ്റ് ഉണ്ടാവാം. ഇനി നിങ്ങളുടെ കമ്പനി 3 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ ആനുവൽ ഫയലിംഗ്സ് പെൻഡിംഗ് ആക്കിയാൽ ആ കമ്പനിയുടെ ഡയറക്ടേഴ്സിന് ഡിസ്ക്വാളിഫിക്കേഷൻ അട്രാക്റ്റഡ് ആവാം. മോർ ഓവർ, ആ ഡയറക്ടേഴ്സ് മറ്റേതെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഡയറക്ടേഴ്സ് ആണെങ്കിൽ ആ കമ്പനിയിലും ഈ ഡിസ്ക്വാളിഫിക്കേഷൻ അട്രാക്റ്റഡ് ആവാം. ഇനി സപ്പോസ് നിങ്ങളുടെ ബിസിനസ് വർക്ക് ആയില്ല, നിങ്ങൾ ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർ വേയിൽ തന്നെ ആ കമ്പനി ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വൈൻഡ് അപ്പ് ഫോംസുകൾ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ലേറ്റ് ഫീയും ഫൈനും അവിടെ അക്യുമുലേറ്റ് ആവാം. ഒരുപാട് സാമ്പത്തിക നഷ്ടത്തിലേക്ക് അത് ലീഡ് ചെയ്തേക്കാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കെയർഫുൾ ആയി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.